ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള PSCയുടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഉടൻ തന്നെ കേരള PSC ആ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഏകദേശം ഒരു 1035 പേർക്ക് അഡ്വൈസ് കിട്ടിയ വലിയൊരു പോസ്റ്റാണ്. അപ്പൊ ഈ തവണ നമ്മൾ ഏകദേശം 1000-ലധികം വേക്കൻസികളാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെല്ലാം നല്ലൊരു സുവർണ അവസരമാണ് കേരള PSC തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫുൾ ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം ഏത് രൂപത്തിലായാലും, അത് മോഡൽ എക്സാം ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ വീഡിയോ ക്ലാസ് ആയിക്കോട്ടെ, PDF നോട്ട് ആയിക്കോട്ടെ, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് ആയിക്കോട്ടെ, അപ്പം എല്ലാം സഹിതം, എല്ലാ മെറ്റീരിയൽസും സഹിതം മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫുൾ ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഏകദേശം 1035 പേർക്ക് നിയമന ശുപാർശ കിട്ടിയ പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡേറ്റ് ഓഫ് എക്സാം നടന്ന തീയതി 15/7/2021. അപ്പോൾ 15/7/2021 എക്സാം നടന്നത്. ഏകദേശം ടോട്ടൽ അഡ്വൈസ് ലാസ്റ്റ് അഡ്വൈസ് ആണെങ്കിൽ 24/7/2024. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 1035 പേർക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, 1035 പേർക്ക് കേരള PSC നിയമന ശുപാർശ അയച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയും വലിയൊരു പോസ്റ്റാണ്, ഇത്രയും വേക്കൻസി ഉണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ജോലി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ബാക്കി 50 മാർക്ക് മാത്സ് ഉൾപ്പെടെ 50 മാർക്ക് GK സെഷനുണ്ട്. അപ്പോൾ ടോട്ടൽ 50+50 100 മാർക്കാണ് ഈ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സ്പെഷ്യൽ ടോപ്പിക്കിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഒരു കോച്ചിങ് സെൻറ്റർ ജോയിൻ ചെയ്താൽ മാത്രമേ ആ സ്പെഷ്യൽ ടോപ്പിക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് എത്തത്തുള്ളൂ. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കപ്പം ഈ പരീക്ഷയുടെ സിലബസിനെ പറ്റി ഒന്ന് നോക്കാം. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് ഞാൻ പറഞ്ഞു, 50 മാർക്ക് ടെക്നിക്കൽ പാർട്ടും 50 മാർക്ക് GK സെഷനാണ്. ആ GK സെഷനകത്ത് മാത്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നാണ്ടെ ചരിത്രത്തിൽ നിന്നും 4 മാർക്ക്, ഭൂമിശാസ്ത്രം 4 മാർക്ക്, എക്കണോമിക്സ് 4 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ 6 മാർക്ക്, കേരളം ഭരണ സംവിധാനവും 2 മാർക്ക്, ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം 3 മാർക്ക്, ഭൗതിക ശാസ്ത്രം 2 മാർക്ക്, രസതന്ത്രം നോക്കുക 2 മാർക്ക്, കല, കായികം, സാഹിത്യ, സംസ്കാരം എന്ന ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 3 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻസ് ആണ്, അത് 10 മാർക്കിനുണ്ട്. അതുകൂടാതെ റീസണിങ് ആൻഡ് മാത്സ് 10 മാർക്ക്. നമ്മൾ ടോട്ടൽ അങ്ങനെ 50 മാർക്കാണ് GK സെഷനകത്ത് വരുന്നത്, മാത്സ് ഇൻക്ലൂഡ് ചെയ്ത്. ബാക്കി സ്പെഷ്യൽ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, സ്പെഷ്യൽ ടോപ്പിക് തസ്തികൾ, ജോലി സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ നിന്ന് ഏകദേശം 20 മാർക്കുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക്. അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ ഏകദേശം 30 മാർക്കിനുമുണ്ട്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യൽ ടോപ്പിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ ജോലിയിലേക്കുള്ള ദൂരം വളരെ വളരെ കുറഞ്ഞിരിക്കത്തുള്ളൂ. മാസ്റ്റർ കീ അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് വഴിയാണ് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. മാസ്റ്റർ കീ അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുൾ ടീം, മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫുൾ ടീം ഈ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങൾക്കായി ഒപ്പമുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.